എല്ലാവർക്കും നമസ്കാരം. UK ഓക്കെ അങ്ങനെയുള്ള നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ, അല്ലേ? യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതെ, ശരി. ഞാൻ ഈ സിനിമയിൽ ഒരു നല്ല വേഷമാണ് ചെയ്യുന്നത്. കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ്. പിന്നെ സിജു റോണി പറഞ്ഞൊരു കാര്യത്തിന്റെ പുറകെ തന്നെ ഞാൻ പറയാം, ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാനും പോയായിരുന്നു. സാറിനെ ഞാൻ കണ്ടായിരുന്നു. സാറ് മോനെ നിനക്കില്ലെന്നും പറഞ്ഞു. അന്ന് ഞങ്ങളെ കാണാത്തൊരു ക്യൂട്ടൊന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് കാണാൻ ക്യൂട്ടുണ്ടായിരുന്ന ബാസിക്കാണ് സാർ ആ റോള് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പാതി കയറി തൂങ്ങിയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയ വർക്ക് ഏറ്റവും നന്നാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എൻ്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രൻ മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷേ എനിക്ക് അവർ തന്ന കെയറും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല. ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ അതും സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. കാരണം ഈ സ്ക്രീനിലൊന്നും എൻ്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം കരുതും ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ ഒരു ചെറിയ സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അതിലൂടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ബ്ലസ്സിയൊക്കെ വീണ്ടും ഒരുപാട് നാളെ ശേഷമാണ് കാണുന്നത്. നമ്മൾ മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പില്. ദിലീപ് സല്ലാപത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ കുളിർമ കോരിയിട്ടു. കാരണം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ബ്ലസ്സി പറഞ്ഞ പോലെ നമ്മള് 92 കുടുംബസമേതം വന്ന ജയരാജന്റെ സിനിമയിലാണ് ഞങ്ങൾ അദ്ദേഹം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസ്സി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും. പിന്നെ സമ്മാനം, ബ്ലസ്സിയുടെ ആദ്യ സിനിമയായ കാഴ്ചയിലും ഞാൻ പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിന്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ. അസിസ്റ്റന്റായിട്ട് പിന്നെ ദിലീപും എന്റെ ഒരു സിനിമയിൽ അസിസ്റ്റന്റായിരുന്നു. കമലിക്കാട് ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റായിരുന്നു. ഇന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിവിടെ വരുമ്പോൾ പറയാനിരിക്കുന്നത് ജോണിയുടെ ആദ്യത്തെ സിനിമ 1996 തുളസിദാസിന്റെ കുങ്കുമച്ചപ്പ് എന്നൊരു സിനിമ. അതിലാണ് ഞാൻ ആദ്യം ജോണിയെ പരിചയപ്പെടുന്നത്. ജോണി അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, 4ാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു. ശോഭനായിരുന്നു അതിന്റെ നായിക. അപ്പൊ ഞാനിവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96 മറ്റേ കുങ്കുമച്ചപ്പ് അതിന് നമ്മൾ ആദ്യം ചെയ്തു. ചേട്ടാ നമ്മൾ 91 ചാഞ്ചാട്ടം ചെയ്തില്ലേ? 91 ഉണ്ട്, ഇതേ നിൽക്കുന്നു അല്ലേ? 91 ജയറാമായിരുന്നു അതിന് നായകൻ അല്ലേ? ജയറാം ഉർവശി. അങ്ങനെ ഞാനൊരു സപ്പോർട്ടിംഗ് റോൾ. ഞാൻ അധികം സീനിയർ ഒന്നും അല്ല. ഞാൻ എൻ്റെ ഒരു 5ാമത്തെ സിനിമ അത് അത്ര ആയിട്ടുള്ളൂ. അല്ല അപ്പൊ 91, 90 കാലഘട്ടത്തിലാണ് ഞാനും എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളോട് കാണാൻ സാധിച്ചു. നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ക്രിസ്ത്യൻ സ്റ്റീഫൻ. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അജിത്തിന്റെ വർക്ക് ചെയ്തിട്ടില്ല, ചെയ്യണം കേട്ടോ ഒരുപാട്. അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച നല്ല സന്തോഷമുള്ള ഒരു സായാഹ്നത്തിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ സിനിമയും ഇപ്പൊ തുടരും എന്ന സിനിമ ഭയങ്കര വിജയമാണെന്ന് കേൾക്കുന്നത്. ഒരുപാട് സന്തോഷം. എല്ലാ സിനിമയും വിജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. നന്മ വരട്ടെ. UK ഓക്കെ ഡബിൾ. ഞാൻ കൂടുതലും അച്ഛൻ വേഷങ്ങളാണ്, അപ്പം വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ഈ അപ്പൻ, അമ്മാവൻ, അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത്. അത് മറ്റു അവരെ നമ്മൾ തിരക്കുണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചില അപ്പനും അളിയനൊക്കെ ആകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു. ഇപ്പം കൊള്ളാലോ അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ സേഫായിട്ട് ഇപ്പം പോകുന്നുണ്ട്.
ഷീയുടെ ഞാൻ പടം കണ്ടപ്പോൾ ഒരുപാടപ്പന്മാർ വന്നിറങ്ങാം ഒരു പടത്തിൽ. വാഴ വാഴയിൽ ഒരുപാടപ്പന്മാർ ഏതാ. അപ്പം ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ നമുക്ക് വേഷങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന, അതായത് നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം. അതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു, രഞ്ജിത്ത് UAE ബേസ്ഡാണ്, അവിടെ പഠിച്ച ആളാണ്, അപ്പോൾ മലയാളത്തിലും കുറച്ച് കുറവുകളുണ്ട്. രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഗോളം പോലുള്ള സിനിമകളാണ് കുറിച്ചിട്ട്. അപ്പോൾ നേറ്റിവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെന്താ എന്ന് ഞാൻ വിചാരിച്ചു. അഭിനയം തുടങ്ങി 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഓർത്ത് എന്തായി അതിന് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോനിപ്പോൾ വളരെ മലയാളത്തോടെ നേറ്റിവിറ്റിയോടെ അഭിനയിക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കുന്നു? അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ മോനായിട്ട് എനിക്ക് US-കാരനോ UK-കാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ചേട്ടൻ്റെ മോനായിട്ട് ബിലോ ആവറേജ് മലയാളിയായിട്ട് അഭിനയിക്കാൻ പറ്റൂ. പക്ഷെ അത് എൻ്റെ പ്രസൻസ് കൊണ്ടാണ് സാധിച്ചത്. പിന്നെ ഞാൻ വളരെ ഇപ്പോൾ ഒരുപാട് പേരുടെ ഇപ്പം ഞാൻ പറയാൻ ടോബിന് ഒരുപാട് ആളുകളുടെ ഷാറഫോടെ കൊണ്ട് ഒത്തിരി പേരുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു മകൻ തന്നെയാണ് രഞ്ജിത്ത്. കാരണം വളരെ ഹാർഡ് വർക്ക്, അതായത് നന്നാക്കാൻ വേണ്ടിയുള്ള ത്വര, ആഗ്രഹം. ഇപ്പോൾ ദിലീപിനത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നാളെ ദിലീപിന്റെ സ്ഥാനത്തെത്തിയാലും ആ ത്വര നഷ്ടപ്പെടുത്താതെ, ആ പവർ നഷ്ടപ്പെടുത്താതെ മുന്നേറാനുള്ള ശക്തി മോനുണ്ട്. തീർച്ചയായിട്ടും യുണൈറ്റിരിക്കുന്നു. അരുൺ, അതുപോലെ അരുൺ വൈകാം എനിക്ക് കുണ്ടചേരിൽ പുരുഷന് നല്ലൊരു കഥാപാത്രം തന്ന ആളാണ്. അപ്പോൾ അരുണിനോട് എനിക്ക് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അച്ചായനാണ് എന്നോട് ഒരു സുപ്രാതി എന്ന് പറഞ്ഞാൽ, ജോണി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അതിൽ അച്ഛൻ വേഷം ജോണി റോയുടെ കഥാപാത്രം ജോണി ചെയ്യണം. എനിക്ക് സബ്ജക്റ്റ് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ അണ്ണൻ്റെയും നമ്മുടെ സജീവ് സാറിനെയൊക്കെ പരിചയപ്പെട്ടത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. നല്ലൊരു സിനിമ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഇന്ന് ഈ ഒടിയപ്പനെ ഞാൻ ഓർത്തു ദിലീപ് എന്താ മറന്നുപോയെന്ന്. 9-ാം തീയതി ഞാൻ ദിലീപിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ലിസ്റ്റിന്റെ സിനിമ. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പം അത് കാണണം, യുണൈറ്റഡ് കിങ്ഡം കാണണം. എല്ലാ സിനിമകളും കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. ഞാനൊരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയിരുന്നു, നമ്മുടെ രഞ്ജിത്തിന്റെ കാര്യം. ഞാൻ ഈ കോമ്പിനേഷൻ്റെ കാര്യം ജോഡിയായിട്ട് കോമ്പിനേഷനിലെന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ അഭിനയിച്ച രഞ്ജിത്തുമായിട്ടാണ്. ഡബിങ്ങിന് ഞാൻ അപ്പോഴേ അരുണിനോട് പറഞ്ഞു, അസാധ്യമായിട്ട് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഇത് രഞ്ജിത്തിന് പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളതുകൊണ്ടോ രഞ്ജിത്ത് ഈ പടത്തിലെ ഹീറോ എന്ന് പറയില്ല, സിൻസിയറായിട്ട് പറയാണ്, അസലായി, സൂപ്പറായി. അതുപോലെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു ജോണിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇത് മാറും. ഒളിച്ചിട്ടുണ്ട് കാലക്കി കേട്ടോ. അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫ്രാഗ്നന്റ് നേച്ചർ, ശരിക്കും പ്രണയത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് കൂടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. താങ്ക് യു. പിന്നെ ദിലീപന്റെ കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപന്റെ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പൊ ചിലവര് തന്നെ ദിലീപന്റെ പേരും ചേർത്ത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഉത്തരവാദിയല്ല. ഞാൻ ഇടയ്ക്ക് പറയും, ചേട്ടാ ഞാൻ 10-ാം വാർഡ്, ചേട്ടൻ 2-ാം വാർഡ് വന്നു, ചെങ്ങനാട് പഞ്ചായത്ത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോണി ചേട്ടൻ പോയോ, പുള്ളി അടുത്ത അപ്പനാവാൻ പോയോ? ജോണി ചേട്ടനും ഞാനും നമ്മൾ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സിനിമ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച മനുഷ്യൻ്റെ കൂടെ സിനിമ ചെയ്തിട്ടുള്ള നേരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അത് ആദ്യത്തെ പടത്തിൽ മനോജ് ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും അജിതേട്ടൻ്റെ അടുത്ത പടത്തിൽ ഞാനാണ് ലീഡ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. പിന്നെ ഡിസ്റ്റിബായി ആയിട്ട് ചെറുതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, എന്താല്ലേ. പിന്നെ ലിസ്റ്റിനോട് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് നമ്പർ ഇത് ചെയ്യുന്നുണ്ട്, പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ പിന്നെ ഇതിന്റെ മ്യൂസിക് നൽകിയത് രാജേഷാണ്. അപ്പോൾ എൻ്റെ പുതിയ സിനിമയിലും രാജേഷ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ രാജേഷിന്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയായി ഈ പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കണമുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലക്സ്കാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും
അലിസ്റ്റേനും ലാൽ ജോസും സുധീഷ് മീശുമാൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ലാതെ. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞതാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലിസ്റ്റേനെ ഞങ്ങൾ കാണുന്ന അലിസ്റ്റേന്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലിസ്റ്റേൻ ലാൽ ജോസിന്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മണത്തൂർ കനവ്. അതിനുശേഷം അലിസ്റ്റേൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിസ്റ്റേന്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഞാൻ, അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത് പെടുന്നത്. കാരണം വലിയ ഭാഗ്യമുണ്ട്, ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ജോണി, ഒന്ന് അജിത് ഭായ്, ലിസ്റ്റിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നടന്നിരുന്ന ഈ രാജേഷ്, കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നില്ല അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലും, പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടെടുത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു എലിമെൻ്റ്, ഒരു കണ്ടന്റ്, ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കെല്ലാം നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറെ കാലമായി നേരത്തെ പറഞ്ഞത് ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം ഗുണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നിനെ തുടങ്ങിയൊന്നുമല്ല. ലോഹിത് സാറിന്റെ സിനിമ ചെയ്ത കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് ബ്രസിവയായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത്, എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. ഇത് 95 ഒക്കെ ആണല്ലേ, 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാരെ, ഐശ്വര്യ, നമ്മളെല്ലാം കിടക്കിയ ഒരാളാണ് ഞാനിവിടെ വെച്ചാണ് കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദി ബെസ്റ്റ്. എവിടെ ഇരിക്കുന്നു കണ്ടുകൂടാ, പോയാ എല്ലാവർക്കും. ജോണി ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല, കാരണം ഒരു സിനിമയും ജോണി വെറുതെ വിടുന്നില്ല. ഇടയ്ക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക CD മൂസ സെക്കൻഡ് ഉണ്ടോ? ഞാൻ പറയാം എവിടെ ചെയ്യാൻ, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ അതിന്റെ പുറകെ പോയിരിക്കുകയാണ്. എന്നെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ. താങ്ക്സ് എ ലോട്ട്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണേ. അയ്യോ, എന്റെ മക്കളെ, എന്റെ ഭർത്തരെ അടുപ്പുള്ള ഷാനീസാക്കി, ഷറഫ് ശബരിനെ കണ്ടു, ഞങ്ങളിവിടെ കൈമാറി. വലിയ സന്തോഷം. സിജു, സോറി, അരുൺ, എല്ലാവരും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. പോകട്ടെ. അങ്ങനെയാവാം. താങ്ക് യു സോ മച്ച്. CD മൂസ സെക്കൻഡിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ജോൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്.
യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഇപ്പം ദിലീപേട്ടൻ്റെ പ്രത്യേക റിക്വസ്റ്റ് ഇവിടെ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു പാട്ട് കേൾക്കാനും കാണാനും പോവുകയാണ്. അതിന് ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പക പോലെ സ്റ്റാർസ് ഈ പാസ്പോർട്ടിൽ നമ്മുടെ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് യെസ്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് മൂവി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കാനായിട്ട് ആദ്യം ക്ഷണിക്കുന്നത് സുചേട്ടനെയാണ്. ബിക്കോസ് കണ്ട വഴി നല്ല ചിരിച്ച ആളാണ്. സുചേട്ടൻ എന്താ പറയാൻ തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപേട്ടനാണ്. ബ്ലിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രണയത്തിൻ്റെ ഓഡീഷൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിൻ്റെ അടുത്ത് അൽഫോൺസ് എടുത്ത് പോർട്ട്ഫോളിയോ കണ്ടിട്ട് പറഞ്ഞു തമിഴിലേക്ക് വിട്ടുമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല, മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മനോജൻ്റെ കൂടെ വിവർ ഓഫ് ഡോഗ്സ് നമ്മൾ ഒരുമിച്ച് ചേർന്നാണ്. അജിത്തേണ്ടോ സാറിൻ്റെ ആയിട്ട് ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ അരുണിനെ പറ്റി പറഞ്ഞാൽ അരുണിൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാരപൂർവ്വം ഉണ്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞ ഒരു കല്യാണ വീട്ടിൽ ഉള്ളപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ജോണി ചേട്ടനും ഞങ്ങളൊക്കെ ഇവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇതിലും ഇപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടന്റ് എൻ്റെ അടുത്ത് അരുൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സിനിമ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വർക്കാവട്ടെ, തിയേറ്ററിൽ സിനിമ വിജയിക്കുമ്പോഴാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യാശകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റ് നേച്ചർ ആൻഡ് ഉയർവള്ളി ഫിലിംസ്. ഓക്കെ, എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും നല്ല സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭസഹായം. താങ്ക് യു.